എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു വേർഡാണ് കമ്മ്യൂണിസം. അതിന്റെ മീനിങ് മനസ്സിലാക്കാതെ ഞാൻ കണ്ടിട്ടുള്ളത് കമ്മ്യൂണിസം പറഞ്ഞാൽ സാക്രിഫൈസ്, ആൾക്കാർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുക, നമ്മുടെ സ്വത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ആൾക്കാർക്ക് വേണ്ടി ജീവിതം ത്യജിക്കുക, നമ്മുടെ സ്വത്ത് ഡിവൈഡ് ചെയ്ത് ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുക. ഇതെല്ലാം നിങ്ങളും കേട്ട് കാണും. പിന്നെ സമൂഹത്തിലെ ഏറ്റവും അധിഷ്ഠിത എന്ന് പറഞ്ഞാൽ സോഷ്യലി സ്ട്രാറ്റിഫിക്കേഷനിൽ ഏറ്റവും ലോ ക്ലാസ്സുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ മുന്നോട്ട് കൊണ്ടുവരിക. സ്വത്തില്ലാത്തവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ലാൻഡ് റിഫോംസ് ഈ കമ്മ്യൂണിസ്റ്റുകാരണം നടപ്പാക്കിയിരുന്നു എന്നൊക്കെ ഉള്ള ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തു നല്ല മനുഷ്യർ, ഹു ആസ് എ ഹ്യൂമൻ ബീയിങ് ദേ ഇവോൾവ് ടു ദ നെക്സ്റ്റ് ലെവൽ, എന്നിൽ നിന്നും എത്രയോ മുകളിലാണ് ഇവർ എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ സാധാരണയായിട്ടുള്ള ജീവിതത്തിൽ എനിക്ക് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഇങ്ങനത്തെ പറയാനുള്ള ഞാൻ ബോൾഷെവിക്കുകൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ റിഫോംസ് ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ടേക്ക് എക്സാമ്പിൾ ഓഫ് കേരള. ഇവിടെ എന്ത് റിഫോമാണ് കമ്മ്യൂണിസ്റ്റ് കൊണ്ടുവന്നത് ഞാൻ അതിനെപ്പറ്റി പഠിച്ചു. എഡ്യൂക്കേഷൻ, ടേക്ക് എക്സാമ്പിൾ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, കമ്മ്യൂണിസ്റ്റ് എന്ത് റിഫോമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഹ്യൂമാനിറ്റേറിയനിസം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ പ്രോഗ്രസീവിസം, ഇൻഡിവിജ്വലിസം, അല്ലെ എന്താ പറയുന്നത് ഈ ഫെമിനിസം, LGBT ആക്ടിവിസം, അല്ലേ ആക്ടിവിസം അതാണ് പേര്. ഈ ആക്ടിവിസം അവരിതിനു വേണ്ടി എന്ത് കാര്യങ്ങളാണ് ഈ കോൺട്രിബ്യൂട്ട് ചെയ്തത്. സയൻസ്, ആ സെക്ടറിലേക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും ഉണർത്താൻ വേണ്ടി എന്ത് കോൺട്രിബ്യൂഷൻസ് ആണ് അവർ കൊണ്ടുവന്നത്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എന്തോ ഇവർ പറയുമല്ലോ, ബഹുജന മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുഗുണ, ടി.ജി. സാർ പറയുന്ന പോലെ ഇവർ ഇതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഈ ബിലീഫ് സിസ്റ്റം അതിനെ ഇല്ലാതാക്കി, എന്നാൽ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കി അതിനെ തകർത്തുകൊണ്ട് അവർ കൊണ്ടുവന്ന പുതിയ കൺസെപ്റ്റ് അതെന്താണ്, റീപ്ലേസ്മെന്റ്. ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചിട്ടുള്ളത്, ഇന്നലെ രാജയുടെ ചോദിച്ചതാണ്. രാജയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പറയുന്നത്. ഇന്നലത്തിന് ശേഷം ഇനി ആ വ്യക്തിയുടെ പേര് പറയാൻ മുമ്പേ തന്നെ എനിക്ക് നോട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ വ്യക്തിയുടെ പേര്. എനിവേ ഞാൻ പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് മാറിപ്പോയി മറന്നു. അപ്പോൾ ഈ ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് മാറി അവർ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം, അതെന്ത് സിസ്റ്റമാണ്, ഇതിനേക്കാളും ഹയർ ആയിരിക്കണം. ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇവർ വയ്ക്കുന്ന തത്വചിന്ത, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഇത്രയും കോൺസെപ്റ്റ് എടുക്കുക. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കമ്മ്യൂണിസം കേരളത്തിൽ കൊണ്ടുവന്ന റിഫോംസ് എന്താണ്, മനസ്സുകളിൽ അല്ലെങ്കിൽ ജനത്തിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റം, കമ്മ്യൂണിസം വരുന്നതിന് മുമ്പും കമ്മ്യൂണിസം വന്നതിന് ശേഷവും. വിദ്യാഭ്യാസം, ഇവർ വിദ്യാഭ്യാസത്തിൽ വാല്യൂ ആഡഡ് ചെയ്ത പുതുതായിട്ട് കൊണ്ടുവന്ന എന്താണ്, ഞാൻ പറയാം അവർ കൊണ്ടുവന്നത് എന്താണെന്നുള്ള. റിഫോംസ് കൊണ്ടുവന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് ട്രിവാൻഡ്രത്ത് രാജകുടുംബം, ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, രാജകുടുംബം എസ്റ്റാബ്ലിഷ് ചെയ്ത പുതിയ കാര്യങ്ങളല്ല ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. അതിനപ്പുറമായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസത്തിൽ നിന്ന് ബാക്കിയുള്ള പൊളിറ്റിക്കൽ ഫ്രെയിംവർക്കിലുള്ള ബാക്കിയുള്ള പൊളിറ്റിക്സ് അവർ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ കൂടെ കേരളത്തിൽ റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള എന്ത് റിഫോം ആണെന്നുള്ള ആദ്യത്തെ ചോദ്യം. എഡ്യൂക്കേഷൻ, ഇവർ കൊണ്ടുവന്നിട്ടുള്ള എങ്ങനെയെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനിൽ അവരുടെ കൺട്രോൾ കൊണ്ടുവന്നു. അവർ പറയുന്ന എഡ്യൂക്കേഷൻ, അവർ പറയുന്ന ആൾക്കാർക്ക് അവർ പറയുന്ന രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ച് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സക്സസ്, ബാക്കിയുള്ളവരൊന്നും എഡ്യൂക്കേഷനിൽ വരികയില്ല. എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ വാല്യൂ ആഡഡിൽ നിന്ന് മാറി ലിമിറ്റഡ് ആയി. അതാണ് എഡ്യൂക്കേഷൻ ലെവലിൽ ചെയ്തു വരുന്നത്. കേരളത്തിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താവുന്നതാണ്. ഞാൻ പറയുന്ന ലോവർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് എന്താണ് പറയുന്നത്, ഈ PhD പോലുള്ള ആ ഒരു ലെവലിലേക്ക് പോകുന്ന എക്സ്പെർട്ടൈസ് സെക്ഷനുകളിൽ പുതുതായിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്താണെന്നുള്ളത്. സയൻസ് അല്ലെ ഹ്യൂമാനിറ്റേറിയനിസം, ലോകത്തിന്റെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാൽ ഹ്യൂമാനിറ്റേറിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ട് ഒത്തിരി പേര് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, ഇങ്ങനെ സ്വത്തുക്കൾ സമ്പത്ത് മനുഷ്യന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നുവെന്നും തോന്നിപ്പിക്കുന്ന ഈ സിദ്ധാന്തത്തിനെ പറ്റി കൂടുതൽ, കാരണം ഇതിനകത്ത് ഒന്നും ചേർക്കുമ്പോൾ രണ്ടാവുന്നില്ല പല കാര്യങ്ങളിൽ നോക്കാൻ നേരത്ത്. കാരണം പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്, നമുക്ക് റിസൾട്ട് കിട്ടുന്നത് വേറൊന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഇതിന്റെ അണ്ടറിൽ ജീവിച്ചത് കൊണ്ട് ഞാൻ ഇതിനെ പറ്റി നോക്കി ഇവരെങ്ങനെയാണ് ഈ ഹ്യൂമാനിറ്റേറിയനിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള. അപ്പോഴാണ് മനസ്സിലായത്, മാസ് മർഡർ നടത്തിയിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ കൊന്നതിന് ശേഷം അവരുടെ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എതിരായിട്ട് വന്ന വോയിസിനെ നിർത്തിയതിന് ശേഷം അവിടെ സമാധാനം സ്ഥാപിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു സിസ്റ്റം കൊണ്ടുവരിക, എന്നിട്ട് ആ സിസ്റ്റത്തെ കാണിച്ചുകൊണ്ട് പറയുന്നത് ദിസ് ഈസ് ദ ബെസ്റ്റ് സിസ്റ്റം. കോടിക്കണക്കിന് ആൾക്കാരെ കൊന്ന കാര്യം ഹ്യൂമാനിറ്റേറിയൻസിൽ തുടക്കം പറയുകയില്ല. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ തള്ളി പറയുന്നു എന്ന് പറഞ്ഞാൽ
സയൻസിൽ നിങ്ങൾക്കറിയാവുന്ന അറിയത്തില്ല, മാവോ സിഡാങ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ കാലഘട്ടത്തിൽ 4600 സ്കോളേഴ്സിനെയാണ് കൊന്നത്. ഇത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലീ എഡ്വേർഡ്സ് PhD എടുത്തിട്ടുള്ള, നമ്മൾ ഈ PhD ഒക്കെ ഇവർ തള്ളിക്കളയായിരിക്കും, ഇവിടുത്തെ ഡോക്ടറേറ്റ് മറ്റേ അതൊന്നും ഏത് ലെവലിലാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നേരത്തെ ടീച്ചർ എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനത്തെ ടീച്ചർമാരുടെയാണ് വിശ്വസിക്കാം. ഇല്ലെങ്കിൽ ലീ എഡ്വേർഡ്സ് 25 ബുക്കുകളോടെ എഴുതുകയും വേൾഡിൽ റിനൗണ്ട് ആവുകയും ചെയ്ത അദ്ദേഹം ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും റിസർച്ച് നടത്തുകയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള 4600 സ്കോളേഴ്സിനെയാണ് ഈ പറയുന്ന മാവോ സിഡോങ് കൊന്നിട്ടുള്ളത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇവരെ എങ്ങനെയാണ് ഈ പറയുന്ന എഡ്യൂക്കേഷനെയോ റിഫോംസിനോ എങ്ങനെയാണ് കാണുന്നത്. ഇനി ഞാൻ പറയുന്ന വാക്ക് വിശ്വസിക്കേണ്ട, ഈ കമ്മ്യൂണിസ്റ്റ് ഈ പറയുന്ന മാവോ സിഡോങ്ങിനെ മാവോയൊക്കെയാണ് ഭാരതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയതെന്നുള്ള. ഇനി ഞാൻ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആ പോയിന്റിലോട്ട് വരാം. സുജിത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഇവർ പിറക്കേ നടന്നു എന്നുള്ള, ഈ ഹയർ ക്ലാസ്സിലെ ഹിന്ദുക്കളിലെ ഹയർ ക്ലാസ്സിലെ ആൾക്കാരെ പിറക്കേ നടന്ന് അവരെ ഇതിനകത്തോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള. അതിന്റെ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല, ഈ പറയുന്ന ഡോക്ടർ BR അംബേദ്കറിന്റെ ഒരു ലൈനുണ്ട്. BR അംബേദ്കറിന്റെ റെഫറൻസസ് ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ബാലാസാഹേബ് അംബേദ്കർ, റൈറ്റിംഗ്സ് ആൻഡ് സ്പീച്ചസ് വോളിയം 17, പൊളിറ്റിക്കൽ തോട്ട് ഓഫ് അംബേദ്കർ, KS ഭാരതി, അംബേദ്കർ, ഇതിനകത്ത് പൂർ കണക്ഷൻ കാണിക്കുന്നുണ്ട്, അംബേദ്കർ ആൻഡ് ഹിസ് തോട്ട്സ് ഓൺ സോഷ്യലിസം ഇൻ ഇന്ത്യ, എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, റേ ആൻഡ് റേ, ബുദ്ധ ആൻഡ് കാറൽ മാർക്സ്, BR അംബേദ്കർ, ദ മാർക്സിസ്റ്റ് വോളിയം 9, CPIM 1991. ഇത്തരത്തിൽ നിന്ന് ഞാൻ പറയുന്ന റെഫറൻസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയാൻ പോകുന്നത്, മൈ പാർട്ടി വിൽ നോട്ട് അലൈൻ വിത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോർ the plain reason that I do not believe communism. The Communist Party is mostly a bunch of Brahmin boys. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതാണ്. ആലോചിച്ച് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര നാൾ ഭാരതത്തിൽ നിൽക്കും? ഹിന്ദുക്കൾ ഡിവൈഡായി നിൽക്കുന്ന അന്ന് വരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാരതത്തിൽ ഇതിനുള്ള. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ഡീഗ്രേഡഡ് ആയി ഇപ്പം ഒരു മൂലയ്ക്കോട്ട് വന്നു അറിയാമോ? എവിടെയാണോ സ്ട്രോങ് ഹിന്ദുവിസം ഉള്ള അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. എവിടെയാണോ സ്ട്രോങ് ഹിന്ദുവിസം ഇല്ലാത്തത് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. ഇനി നിങ്ങൾ അംബേദ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കൂ. മൈ പാർട്ടി വിൽ നോട്ട് അലൈൻ വിത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ദ പ്ലെയിൻ റീസൺ ദാറ്റ് ഐ ഡു നോട്ട് ബിലീവ് ഇൻ കമ്മ്യൂണിസം. ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈസ് മോസ്റ്റ്ലി എ ബഞ്ച് ഓഫ് ബ്രാഹ്മിൺ ബോയ്സ്. ഇവിടെ ബ്രാഹ്മണിക്കൽ ഹെജിമണി പറഞ്ഞ് നമ്മുടെ കോർ പില്ലറായിരുന്ന ബ്രാഹ്മിൺസിനെയും അവരിലുണ്ടായിരുന്ന വൃത്തികേടുകളും അനാചാരങ്ങളും അല്ലെങ്കിൽ ഈ മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന ഒരു സെക്ഷൻ, വളരെ മൈന്യൂട്ട് സെക്ഷൻ ആയിട്ടുള്ള ബ്രാഹ്മിൺസിൽ വളരെ മൈന്യൂട്ട് സെക്ഷനിലായിരുന്ന ഇങ്ങനത്തെ ആൾക്കാരെ കാണിച്ചുകൊണ്ട് ഡിസ്മാൻഡലിംഗ് ഹിന്ദുസ അല്ലെങ്കിൽ ഹിന്ദുത്വ എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാനുള്ള അജണ്ട ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർ ആദ്യം ബ്രാഹ്മിൺസിനെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് സമൂഹത്തിൽ അവരിൽ കൂടെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയത്. അത് അംബേദ്കർ അന്ധകാലത്ത് ക്യാച്ച് ചെയ്തിരുന്നു. ഇറ്റ്സ് എ ബഞ്ച് ഓഫ് ബ്രാഹ്മിൺ ബോയ്സ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരിക്കലും അലൈൻ ചെയ്യാൻ പറ്റില്ല എന്ന്. ഈ അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ ഫോർ മീ ടു കീപ് റിലേഷൻസ് വിത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഐ ആം ആൻ ഇൻപ്ലാക്കബിൾ എനിമി ഓഫ് കമ്മ്യൂണിസം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത പോയിന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ ഹോഴ്സസിന്റെ മൗത്തിൽ നിന്ന് തന്നെ കേൾക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാറാം യെച്ചൂരി, നമ്മൾ പറയുന്ന വാക്കുകളാണല്ലോ വിശ്വാസമില്ലാത്തത്, ഇയാൾ മാവോ സിഡോങ്ങിനെ ഹെയിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പൊക്കി പറയുന്നതും അന്ന് ഒരു വലിയ കാലമായിരുന്നു. ഇവരെല്ലാം ആലോചിച്ച് നോക്കുക, ഇവര് ഭാരതത്തെ അടക്കി വാഴുന്ന എല്ലാ സെക്ഷനിലും എല്ലാ സ്റ്റേറ്റുകളിലും എവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്നും അത് പോയിട്ടില്ല. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, വളരെ ചെറിയ സെക്ഷൻ ആണെങ്കിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം യങ്സ്റ്റേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും, അവർ ഇതിനകത്ത് വീണു. അതിനാണ് ഇപ്പം നമ്മൾ ഓക്കിസം എന്ന് പറഞ്ഞ് വേറെ പേരിട്ട് വിളിക്കുന്നത്. ഇത് ഇവോൾവ് ആയി, കാലത്തിനനുസരിച്ച് ഇവോൾവ് ആയതാണ് ഈ ഓക്കിസം ലിബറലിസം എന്ന് പറഞ്ഞ് ഇപ്പം നടക്കുന്നത്. ആ വാക്കുകള് ഓക്കിസം വളരെ വൾഗറായിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലിബറലിസത്തെ ഇവര് വല്ലാത്ത രീതിയിൽ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു ഇതാണ്. എനിവേ, അയാളുടെ വാക്കുകൾ തന്നെ കേൾക്കാം. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, Actually, when I entered St. Stephen's, you had on a chapel written, St. Stephen's കോളേജിൽ ചെന്നപ്പോൾ അവിടെ ചാപ്പലിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ചെയർമാൻ മാവോ ഈസ് അവർ ചെയർമാൻ, 13 സ്റ്റുഡൻസ് വെയർ എക്സ്പെൽ, ദോസ് വെയർ ദ ഗ്രേറ്റ് മാവോയിസ്റ്റ് ഓഫ് ദ ടൈം. ആലോചിച്ച് നോക്കൂ, മാവോ സിഡോങ്ങിനെയും അതുമായിട്ടുള്ള അക്രമ പൊളിറ്റിക്സിനെയും ഹെയിൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അതിനെ ഉയർത്തി പറയുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയിൽ ഇവർ വിശ്വസിക്കുന്നില്ല, ഭരണകൂട അട്ടിമറിയിൽ, അതിന് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലറ്റേറിയറ്റ്, തൊഴിലാളി വർഗത്തിന്റെ അധികാരം. ഇന്നലെ രാജ എന്ന് പറഞ്ഞ ആ വ്യക്തി പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിൽ അധികാരം ആർക്കാണെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായി കാണുമല്ലോ. അവർ പറയുന്ന രീതിയിൽ ജീവിക്കുന്ന അവരുടെ മാത്രം, ഇല്ലാത്ത ആൾക്കാരുടെ വോയിസ് അവർ മില്യൺസ് ആയിട്ട് കൊന്നുകളയും. എനിവേ, ഇയാളുടെ വാക്കുകൾ ഒന്ന് കേൾക്കാൻ, കേട്ടില്ല എന്നുണ്ടെങ്കിൽ തലക്കിൽ തന്നെ മ്യൂട്ട് ചെയ്യണേ. When I entered Stephens in 1970, you still had on the chapel written, it was blasphemy.
Then for Stevens, you had in the chapel written Chairman Mao is our chairman. Really? 13 students were expelled the year, I mean, but I was joining. And those were the great Maoists of that time. Some of them are, I mean, eminent academicians today. So, മനസ്സിലായോ? എമിനന്റ് ദോസ് വെയർ ദ ഗ്രേറ്റ് ടൈംസ്. ആ 13 സ്റ്റുഡൻസ് വെയർ എക്സ്പെൽഡ്. അതിന് താഴെയായിട്ട് ഒരൊറ്റ സെന്റൻസ് പെട്ടെന്ന് നിർത്തിയില്ല. സം ഓഫ് ദം ആർ എമിനന്റ് അക്കാഡമീഷ്യൻസ് ടുഡേ. ഇവരാണ് NCERT ഈ പറയുന്ന ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഇന്റലക്ച്വൽ ഫിലോസഫിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കയറി പറ്റിയത്. ഇവരാണ് നമ്മളെ ഈ പറയുന്ന ഡിസ്റ്റോറിയൻസ്, സോ കോൾഡ് ആൾക്കാരുണ്ടല്ലോ, ബാക്കി പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഏത് രാജ്യത്ത് ഇവരെ ഉണ്ടായിരുന്നോ ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടി വരുന്ന ഈ ഒരു സിദ്ധാന്തം കൊണ്ടാണ്. ഇന്നലെ എക്സാമ്പിൾസ് ഈ രാജ എന്ന് ഇനി ആ വ്യക്തിയെ പറ്റി പറയാം. ഇന്നലെ എനിക്ക് മനസ്സിലായത് വളരെ ഡിസോണസ്റ്റ് ആണെന്നും അത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു ക്യാച്ച് എനിക്ക് ഇന്നലെ കിട്ടി. ഇയാള് കൃത്യമായിട്ട് ക്ലബ് ഹൗസിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആണ്. പക്ഷേ പൂർണ്ണമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല. ഇത് ഒരു അനാർക്കിസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവിടെ ഇവിടെ നിൽക്കാത്തൊരു ഇതാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ കൃത്യമായിട്ട് ഇവിടോട്ട് ആരോ കൊണ്ടുവന്നതാണ്. മണിക്കൂറുകളോളം സംസാരിക്കാൻ, എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ പോകാനുള്ള കഴിവും അതിനനുസരിച്ചുള്ള സാമർഥ്യമുള്ള ഇതാണ്. ഇദ്ദേഹത്തെ കൃത്യമായിട്ട് ആരോ കൊണ്ടുവന്നതാണ്. ഇതിന്റെ ബാക്കിലെ ക്യാച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായതിനകത്തുള്ളൊരു പാഠം ഞാൻ ഓർക്കുന്നത്, CA സമരത്തിൽ ഭാരതത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നും ആൾക്കാരെ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ആ ആൾക്കാരെ ഇൻഡിവിജ്വലായിട്ട് ഞാനിവിടെ തെളിവ് സഹിതം പ്രസന്റ് ചെയ്തതാണ്. ഇൻഡിവിജ്വലായിട്ട് ടാർഗറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അവരുടെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചൊരു പ്രസ്ഥാനം അങ്ങ് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങ് കന്യാകുമാരി വരെയുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളും സംഘടനകളും പ്രവർത്തിച്ചിരുന്നു. ഇതേ സിദ്ധാന്തത്തിൽ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് രാജേന്ദ്രൻ. ഞാനിവിടെ എൻ്റെ ഒരു ഡൗട്ട് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വയ്ക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും കണക്ഷൻ ഉണ്ടായിട്ട് ഇതിലേക്ക് ഈ ക്ലബ് ഹൗസിലേക്ക് വരികയും കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസം പറയുമ്പോൾ ഹിന്ദുവിസം എടുക്കുകയും ഹിന്ദുവിസം എടുത്തിട്ട് അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഹാസ് ദാറ്റ് കണക്ഷൻ. ആ കണക്ഷനാണ് ഇന്നലെ എനിക്ക് കിട്ടിയത്. ഇദ്ദേഹത്തെ കൃത്യമായിട്ട് ഇവിടെ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. ആൾക്കാരാണ് കണ്ടുപിടിക്കുക. ഇനി ഒന്ന് കാര്യങ്ങൾ പറയണം. ഇന്നലെ അദ്ദേഹം ഡിസോണസ്റ്റ് ആയതുകൊണ്ട് ആ ചർച്ച ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞിറങ്ങിയായിരുന്നു. പെട്ടെന്ന് നിർത്താൻ ബാക്കിയുള്ളവരല്ലോ ഒരു 2 മിനിറ്റ്സിനകത്ത് ഞാൻ നിർത്താം. സോറി ഫോർ ദ ടൈം. ചൈനയിൽ 65 മില്യൺസ്, USSR 20 മില്യൺസ്, കംബോഡിയയിൽ 2 മില്യൺസ്, നോർത്ത് കൊറിയയിൽ 2 മില്യൺസ്, ആഫ്രിക്കയിൽ 1.7 മില്യൺ, അഫ്ഗാനിസ്ഥാനിൽ 1.5 മില്യൺ, വിയറ്റ്നാമിൽ 1 മില്യൺ, ഈസ്റ്റേൺ യൂറോപ്പിൽ 1 മില്യൺ, ലാറ്റിൻ അമേരിക്കയിൽ 0.15 മില്യൺ. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റിസർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ച് ചെയ്ത് എല്ലാത്തിനെ പറ്റി ഡീറ്റെയിൽസ് ഇട്ടുള്ള അവിടെ നിന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഇട്ട് ഗ്രാഫിക്കൽ അനാലിസിസ് ഇട്ടും എല്ലാം കിട്ടും. ഇനി ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചത് ഇതിനാണ്. IS colonies unearthed on Wayanad alarming security concerns. In a startling revelation, IB report has exposed the existence of 4 Islamic IS colonies in Wayanad. ഞാൻ ഇത് ഈ പറയുന്ന ഇപ്പോഴത്തെ പ്രസന്റ് ഇതും ഡേഞ്ചറും ഈ കമ്മ്യൂണിസ്റ്റുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ, വയനാടിൽ ISS കോളനീസ് ഉണ്ടെന്നും ഐസിസ് ഇസ്ലാമിക് സ്റ്റേറ്റ് കോളനീസ് ഉണ്ടെന്നും അത് ഈ പറയുന്ന സർക്കാർ സംവിധാനത്തിന്റെ അണ്ടറിൽ 4 വില്ലേജസ് കൃത്യമായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടെന്നും അവർ സെൽഫ് സഫിഷ്യന്റ് കമ്മ്യൂണിറ്റി ആണെന്നും അവിടേക്ക് വേറെ ആൾക്കാരും കടത്തി വിടില്ല എന്നും ആൾക്ക് സ്വത്ത് വാങ്ങിക്കാൻ പറ്റില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് പോയി. ഇത് കാശ്മീരിൽ നടന്ന കാര്യമാണ്. അവിടെ ആർക്ക് സ്വത്ത് വാങ്ങിക്കാൻ പറ്റില്ല, അടിച്ചോട്ടിച്ച ആൾക്കാർ അവിടെ പിന്നെ കേട്ടില്ലായിരുന്നു. ഇതേപോലെ കേരളത്തിനകത്ത് നടക്കുന്നു. ഇത് ആരുടെ അണ്ടറിലാണ് നടക്കുന്നത്? വൈ പിണറായി വിജയൻ ഗവൺമെന്റ് മെയിൻ സ്ട്രീം മലയാളം ചാനൽസ് ട്രൈങ് ടു ഹൈഡ് ദിസ് ന്യൂസ് ഫ്രം മീഡിയ? ഈ കമ്മ്യൂണിസം അടക്കി വാഴുന്ന മീഡിയയും ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഇന്റലക്ച്വൽസും സീതാറാം യെച്ചൂരി പറഞ്ഞ അക്കാഡമീഷ്യൻസും എല്ലാവരും കൂടെ ചേർന്ന് നമ്മളിൽ നിന്ന് മറയ്ക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടത്തെ ഈ രാജ്യത്തെ അസ്തിത്വത്തെ, കൾച്ചറിനെ, ഹിന്ദുത്വത്തെ, നേരത്തെ പറഞ്ഞുള്ള ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്ത് നശിപ്പിച്ച് നാരായണക്കലയ്ക്ക് ഇവിടെ വേറൊരു സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡിവൈഡ് അവർ നേഷൻ ഇൻ ടു ഡിഫറെന്റ് പീസസ്. വയനാട് ഇപ്പോൾ ഒരു ഇതാണ്. ഇതേപോലുള്ള കോളനികൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. റീസെന്റ് NIA ഓൾസോ കോൺഫിസ്കേറ്റഡ് PFI's ലാർജസ്റ്റ് വെപ്പൺ ട്രെയിനിങ് സെന്റർ ഗ്രീൻ വാലി അക്കാഡമി, നിങ്ങൾക്ക് അറിയാലോ, അത് മഞ്ചേരിയിലായിരുന്നു. അപ്പോ കൃത്യം ഭരണത്തിൽ കൂടെ, ഇത്രയും കൊല്ലത്തെ ഭരണത്തിൽ കൂടെ അതിന്റെ ഒരു അപവാദമായിട്ട് വരാണ് മിസ്റ്റർ VS അച്യുതാനന്ദൻ. അയാൾ അങ്ങോട്ട് പറഞ്ഞു കേരളം ഇസ്ലാമിക് സ്റ്റേറ്റ് ആവാൻ പോവുകയാണെന്നുള്ള. എന്ന് പറഞ്ഞാൽ കൈകഴുകലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്നറിയാമോ? കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞപ്പോൾ ഭാവിയിൽ എന്നെയോ എൻ്റെ കുടുംബത്തെയോ കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. ഇയാളുടെ അണ്ടറിലും ഇതെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഈ വില്ലേജ് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊരു ഫുൾ കള്ളത്തരമാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം ഇരുന്നുകൊണ്ട് നമ്മളെ രാജ്യത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ദ ട്രൂ നേച്ചർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് റിലീജിയസ് അപ്പീസ്മെന്റ് against Hindus and towards Islam and other community.
ടു ഡിസ്ട്രോയ് അവർ നേഷൻ. ഒരൊറ്റ പർപ്പസേ ഉള്ളൂ, വോട്ട് ബാങ്കും നമ്മുടെ നേഷണൽ ഡിസ്ട്രക്ഷനും. ഇത്രയും മാത്രമാണ് ഈ പ്രസ്ഥാനത്തെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. രാജയെ പോലുള്ള ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരെ ഇംപ്ലാന്റ് ചെയ്താണ് ഇതിനകത്തോട്ട് ആരോ കൊണ്ടുവന്നതാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അറിഞ്ഞു വന്നതല്ല, പറഞ്ഞു വന്നതല്ല, കൊണ്ടുവന്നതാണ് ഇതിന്റെ ആരോപണം. നന്ദി, നമസ്തേ, താങ്ക് യു സോ മച്ച്.